ഉമാ തോമസ് എം.എൽ.എ അപകടത്തിൽപ്പെട്ട കൊച്ചിയിലെ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതര വീഴ്ചയും ക്രമക്കേടും. പോലീസ് കേസെടുത്തതിനു പിന്നാലെ സംഘാടകരായ മൃദംഗാവിഷിന്റെയും ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഓസ്കറിന്റെയും ഉടമകൾ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മാനേജരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. സ്റ്റേജ് നിർമ്മാണം നടത്തിയ ബെന്നി എന്നയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. 12,000-ലധികം ആളുകൾ പങ്കെടുത്ത പരിപാടി. എന്നാൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ പോലീസിനും സംഘാടകർക്കും സംഭവിച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ച. VIP പ്രോട്ടോകോൾ പാലിച്ചോ എന്ന് പോലീസ് ഉറപ്പുവരുത്തിയില്ല. സംഘാടകർക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് ഫയർഫോഴ്സിന്റെ പ്രാഥമിക പരിശോധനയിലും കണ്ടെത്തി. അപ്പോൾ GCDA ഗ്രൗണ്ട് ഇവർക്ക് ഏൽപ്പിച്ചതോടെ കൂടി 24 ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള ഒരു എഗ്രിമെന്റിലോട് കൂടിയാണ് അവർക്ക് ഏൽപ്പിച്ചത്. അതിനകത്ത് പല കണ്ടീഷൻസ് ഇവർ പ്രോപ്പറായിട്ട് പാലിച്ചതായിട്ട് കാണുന്നില്ല. ഇതിനിടയിൽ പരിപാടി സംഘടിപ്പിച്ച മൃദംഗവിഷിന്റെയും ഇവന്റ് ഗ്രൂപ്പായ ഓസ്കറിന്റെയും ഉടമകൾ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. മൃദംഗവിഷിന്റെ നിഘോഷ് കുമാറും ഓസ്കറിന്റെ ജനീഷുമാണ് കോടതിയെ സമീപിച്ചത്. കേസിൽ ഓസ്കർ ഇവന്റ് മാനേജർ കൃഷ്ണകുമാറിനെയും സ്റ്റേജ് നിർമ്മാണം നടത്തിയ ബെന്നിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘാടകർ കൃത്യമായ സുരക്ഷാ മാനദണ്ഡം പാലിച്ചില്ലെന്ന് GCDA കുറ്റപ്പെടുത്തി. സ്റ്റേഡിയത്തിൽ അങ്ങോട്ട് സുരക്ഷാ പ്രശ്നമില്ല. ആ കരാറിനകത്ത് വ്യക്തമായി തന്നെ എല്ലാ സെക്യൂരിറ്റിയും സുരക്ഷാ കാര്യങ്ങളും സേഫ്റ്റി കാര്യങ്ങളും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞിരുന്നു. രേഖാപോലും തയ്യാറാക്കിയുള്ള കരാറാണ്. മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ് നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാര്യം. മൃദംഗവിഷൻ GCDAക്ക് നൽകിയ അപേക്ഷയുടെ പകർപ്പും പുറത്തുവന്നു. അപേക്ഷ നൽകിയത് ഓഗസ്റ്റ് 23-ന്. 12,000 നർത്തകരെ പങ്കെടുപ്പിക്കുന്ന പരിപാടിയെന്നും ഗിന്നസ് റെക്കോർഡ് നേടാൻ നടത്തുന്ന പരിപാടിയെന്നും MD നൽകിയ അപേക്ഷയിൽ പറയുന്നു. 24 കൊച്ചി.